57 സങ്കീർത്തനത്തിന്റെ 1 വാക്യം. ആപത്തുകൾ ഒഴിഞ്ഞു പോകുവോളം ഞാൻ നിന്റെ ചിറകിന്റെ നിഴലിൽ ശരണം പ്രാപിക്കും. ഇവിടെ ദാവീദ് ചമച്ചൊരു സങ്കീർത്തനമാണ് 57 സങ്കീർത്തനം. ഒന്നിനു പുറകെ ഒന്നായി തൻ്റെ ജീവിതത്തിൽ വെളിപ്പെട്ട ആപത്തുകൾ തന്നെ തൊടാതെ ഒഴിഞ്ഞു പോകാൻ ഹല്ലേലൂയ ഒരു ചിറകുണ്ടെന്ന് സങ്കീർത്തനക്കാരൻ നമ്മളെ കൂടെ പ്രബോധിപ്പിക്കുകയാണ്. മനുഷ്യ ജീവിതത്തിൽ ഒന്നിനു പുറകെ ഒന്നായി കടന്നു വരുന്ന ആപത്തുകൾ, അനർത്ഥങ്ങൾ, കെടുതികൾ, പരാജയങ്ങൾ, തകർച്ചകൾ, ഇതിനകത്തുനിന്ന് എന്നെനിക്ക് മോചനം കിട്ടുമെന്ന് ചോദിക്കുന്ന ചിലരോട് പരിശുദ്ധാത്മാവ് പറയുക, നിനക്ക് ചെന്നൊളിക്കാൻ ഒരു അഭയസ്ഥാനമുണ്ട്. അത് ദൈവത്തിന്റെ ചിറകിന്റെ നിഴലാണ്. സങ്കീർത്തന പുസ്തകത്തിലൊരു വാക്യമാണ്, അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ. അവിടെ ഒരു വാക്യമുണ്ട്, അവൻ നിന്നെ തന്റെ തൂവലുകൾ കൊണ്ട് മറയ്ക്കും. രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെ ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിപ്പാനില്ല. നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലത്തുവശത്ത് 10,000 പേരും വീഴും, എങ്കിലും അത് നിന്നോട് അടുത്തു വരികയില്ല. കാരണം നിന്നെ മറയ്ക്കുന്ന ഒരു ചിറകിന്റെ കീഴിലാണ് നീ ആയിരിക്കുന്നത്. മോവാബ് ദേശം വിട്ട് യഹൂദയിലെ ബേത്ലഹേമിലേക്ക് വന്ന മോവാബിയ പെങ്കൊച്ചായ രൂത്തിനോട് ബോവസ് പറയുകയാണ്, നീ വന്നിരിക്കുന്നത് മനുഷ്യരിൽ ആശ്രയിച്ചല്ല, ഇസ്രായേലിന്റെ ദൈവമായ ചിറകിന്റെ കീഴിൽ നീ ശരണം പ്രാപിച്ച വന്നേക്കുന്നത്. ഈ ബേത്ലഹേമിൽ നീ പരാജയപ്പെടുകയില്ല, ഈ ബേത്ലഹേമിൽ നീ അനുഗ്രഹിക്കപ്പെടുവാൻ പോകുകയാണ്. ഇന്ന് വചനം കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, എത്രയെത്ര ആപത്തുകൾ നിന്റെ ജീവിതത്തെ ഇല്ലായ്മപ്പെടുത്താൻ നിനക്കെതിരെ വരുമ്പോഴും ചിറകിന്റെ കീഴിൽ ഒളിപ്പിക്കുവാൻ കഴിയുന്നൊരു ദൈവത്തെക്കുറിച്ചാണ് വചനം നമ്മെ പഠിപ്പിക്കുന്നത്. കോഴി തന്റെ കുഞ്ഞിനെ ചിറകടിയിൽ വഹിക്കും പോലെ നിന്നെ ചേർത്ത് നിർത്തുവാൻ എത്ര വട്ടം ദൈവത്തിന് പ്രസാദമായി, നിനക്കോ മനസ്സായില്ല. മനസ്സ് വെക്കാം, ആപത്തുകൾ ഒഴിഞ്ഞു പോകുമ്പോഴും ആ ചിറകിന്റെ നിഴലിൽ ശരണം പ്രാപിക്കാം. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒന്നിനു പുറകെ ഒന്നായി വെളിപ്പെടുന്ന സകല ആപത്തുകളിൽ നിന്നും ദൈവമേ, നിന്റെ മക്കൾക്കൊരു വിടുതൽ ലഭിക്കുവാൻ ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകുവോളം ചിറകിന്റെ നിഴലിൽ ശരണം പ്രാപിക്കാൻ കൃപ കൽപ്പിക്കണം. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ആ ചിറകിന്റെ നിഴലിൽ ശരണം പ്രാപിക്കാം. കർത്താവ് സഹായിക്കും. ഗോഡ് ബ്ലെസ് യു.